everyone, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ ഇതാ നിങ്ങൾക്ക് കാണുന്ന പോലെ നമ്മൾ കുറച്ച് സിമ്പിൾ സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇതാണ്. നിന്റെ ഇഷ്ടഭക്ഷണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തെന്ന് ചോദിക്കാൻ നമ്മൾ വാട്ട്, എന്ത് ആണ്, വാട്ട് ഇസ്, നിന്റെ, യുവർ. ഇഷ്ടഭക്ഷണം നിങ്ങൾ പറഞ്ഞു നോക്കിയോ? ഫേവറേറ്റ് ഫുഡ്, ഫേവറേറ്റ്. ഭക്ഷണം എന്നുള്ളതിന് നമ്മൾ ഫുഡ് എന്നാണ് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? ഓക്കെ, നെക്സ്റ്റ് വൺ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. എങ്ങനെ പറയാം? ഐ ആം ലേണിംഗ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആമിൻ്റെ കൂടെ ing ചേർക്കണം. ഞാൻ പഠിപ്പിക്കുന്നു അല്ലേ, ഐ എം ടീച്ചിങ്. എൻ്റെ ഫ്രണ്ട് അവിടെ ഇരുന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഞാൻ എങ്ങനെ പറയും? മൈ ഫ്രണ്ട് ഇസ് ഡാൻസിങ്. ക്ലിയർ? സോ ഐ എം ലേണിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഐ എം ലേണിംഗ് ഇംഗ്ലീഷ്. നീ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? വാട്ട് ഡു യു ഡു? നീ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ ജോലി എന്താ, നീ ഇപ്പം എന്താ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പോൾ നമുക്ക് വാട്ട് ഡു യു ഡു നൗ എന്ന് ചോദിക്കാം. വാട്ട് ഡു യു ഡു? നീ എന്താണ് ചെയ്യുന്നത്. നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കണമെങ്കിൽ വാട്ട് ആർ യു ഡൂയിങ്? ഇപ്പം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ing യൂസ് ചെയ്തത് കേട്ടോ. വാട്ട് ആർ യു ഡൂയിങ്? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അപ്പം നമുക്ക് ഈ സെൻറ്റൻസസ് നോക്കാം. ഇത് എത്ര നേരം എടുക്കും? നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ഇത് എത്ര സമയം എടുക്കും എന്ന് ചോദിക്കാറില്ലേ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗ ലോങ് എന്നാണ്. ഹൗ ലോങ്, ഹൗ മച്ച് ടൈം എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഹൗ ലോങ് എന്നുള്ളത് യൂസ് ചെയ്യാം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഇത് എത്ര സമയം എടുക്കും? ഭാവിയിലെ കാര്യമാണല്ലേ, അതുകൊണ്ടാണ് നമ്മളിവിടെ വില്ല് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നീ ഇന്ന് രാത്രി ഫ്രീ ആണോ? എങ്ങനെ പറയാം? നീ ആണോ എന്ന് ചോദിക്കാൻ ആർ യു. ആർ യു ഫ്രീ? നീ ഫ്രീ ആണോ? ഇന്ന് രാത്രി, ഇത് ടുഡേ നൈറ്റ് അല്ല, നമ്മൾ എന്താ യൂസ് ചെയ്യുക? ടു നൈറ്റ്. ടു നൈറ്റ്. ഓക്കെ, സോ ആർ യു ഫ്രീ ടു നൈറ്റ്? നീ ഇന്ന് രാത്രി ഫ്രീ ആണോ എന്ന് യൂസ് ചെയ്യാം. നീ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്? വാട്ട് ടൈം? വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ്? എത്ര മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്? വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ്? ഓക്കെ. ഞാൻ എൻ്റെ ഫോൺ ഹോസ്പിറ്റലിൽ വെച്ച് മറന്നു. അപ്പം നമ്മളൊരു കാര്യം ഒരു സ്ഥലത്ത് വെച്ച് മറന്നു എന്ന് പറയുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നമ്മൾ ഫുഗോട്ട് എന്നല്ല യൂസ് ചെയ്യുന്നത്. ഫുഗോട്ട് എന്ന് വെച്ചാൽ മറന്നു എന്നാണ്, പക്ഷെ നമ്മൾ എന്തെങ്കിലും കാര്യം എവിടെയെങ്കിലും വെച്ച് മറന്നു, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് മറന്നു എന്ന് പറയാറില്ലേ, അതിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ലെഫ്റ്റ് എന്നാണ്. എന്താ? ലെഫ്റ്റ്. അപ്പോൾ ഐ ലെഫ്റ്റ് മൈ ഫോൺ. ഇൻ ദ ഹോസ്പിറ്റലാണോ അറ്റ് ദ ഹോസ്പിറ്റലാണോ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ഇത് എത്ര നേരം എടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? നീ ഇന്ന് രാത്രി ഫ്രീ ആണോ? ആർ യു ഫ്രീ ടു നൈറ്റ്? നീ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്? വാട്ട് ടൈം ഡു യു വേക്ക് അപ്പ്? ഞാൻ എൻ്റെ ഫോൺ ഹോസ്പിറ്റലിൽ വെച്ച് മറന്നു. ഐ ലെഫ്റ്റ് മൈ ഫോൺ അറ്റ് ദി ഹോസ്പിറ്റൽ. എത്ര സമയമെടുക്കും എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗ ലോങ് എന്നാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? എത്ര സമയമെടുക്കും? ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. എങ്ങനെ പറയാം? ഐ എം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ്. എനിക്കല്പം വിശ്രമം വേണം. ഐ
നീഡ് എനിക്ക് വേണം, എനിക്ക് ആവശ്യമാണ്. ഐ നീഡ് അല്പം എന്ന് പറയാൻ നമ്മൾ സം എന്ന് യൂസ് ചെയ്തു. ഐ നീഡ് സം റെസ്റ്റ് എനിക്ക് അല്പം വിശ്രമം വേണം. വിശ്രമം എന്ന് പറയാൻ നമ്മൾ റെസ്റ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഐ നീഡ് സം റെസ്റ്റ്. ഞങ്ങളുടെ കൂടെ കൂടണോ? ഡു യു വോണ്ട് നിനക്ക് വേണോ? ഡു യു വോണ്ട് ടു ജോയിൻ നിനക്ക് ചേരണോ? ഡു യു വോണ്ട് ടു ജോയിൻ അസ്? ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു എന്നെങ്ങനെ പറയാമെന്നുള്ളത് നിങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആൻഡ് നമ്മളുടെ സ്പെൽ വിദ്യയുടെ പുതിയ ബാച്ച് വരുന്ന വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് വളരെ വില കൂടിയതാണ്. വില കൂടിയതാണെന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എക്സ്പെൻസീവ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ്ലി എന്ന് പറയാം. എക്സ്പെൻസീവ്. അത്, ദാറ്റ്. ആണ് എന്ന് പറയാൻ ഈസ് എന്ന് നമ്മൾ ഉപയോഗിച്ചു. വളരെ, വെരി. ദാറ്റ്സ് വെരി എക്സ്പെൻസീവ്. അത് വളരെ വില കൂടിയതാണ്. എന്താണ് പ്രശ്നം? ഇതെങ്ങനെ ചോദിക്കാം? എന്താണ് എന്ന് ചോദിക്കാൻ വാട്ട്. വാട്ട് ഇസ് റോങ്? എന്താണ് പ്രശ്നം? വാട്ട്സ് റോങ്? ഞാൻ നിന്റെ പേന കടമെടുത്തോട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു റിക്വസ്റ്റ് അല്ലേ. റിക്വസ്റ്റ് പറയുമ്പോൾ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. ക്യാൻ ഐ ബോറോ? ഞാൻ കടം വാങ്ങിച്ചോട്ടെ. യുവർ പെൻ. ക്യാൻ ഐ ബോറോ യുവർ പെൻ? ക്യാൻ ഐ ബോറോ യുവർ പെൻ? വഴി കാണിച്ചു തരാമോ? ഇത് അഗെയിൻ ഒരു റിക്വസ്റ്റ് ആണല്ലേ. ക്യാൻ യു ഷോ? നിനക്ക് കാണിക്കാമോ? ക്യാൻ യു ഷോ മീ? എനിക്ക് ദ വേ, വഴി. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. നമുക്ക് പുറത്തു പോകാം എന്നുള്ളതാണ് ആദ്യത്തെ സെൻറ്റൻസ്. നമുക്ക് പുറത്തു പോകാം എന്ന് വെച്ചാൽ നമ്മളൊരു സജഷൻ പറയല്ലേ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കല്ലേ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ലെറ്റ്സ് എന്നാണ്. ലെറ്റ്സ്, നമുക്ക് പുറത്തു പോകാം. ലെറ്റ്സ് ഗോ, പുറത്തു എന്ന് പറയാൻ ഔട്ട്. ലെറ്റ്സ് ഗോ ഔട്ട്. കണ്ടോ? നെക്സ്റ്റ് വൺ, ഞാൻ ടി വി കാണുകയാണ്. എങ്ങനെ പറയാം? ഐ ആം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ഐ ആം എന്ന് യൂസ് ചെയ്തിട്ട് ഐ എൻ ജി യൂസ് ചെയ്യണം കേട്ടോ. ഐ ആം വാച്ചിങ്. കാണുകയാണ്, വാച്ചിങ്. ഐ ആം വാച്ചിങ് ടി വി. ഞാൻ ടി വി കാണുകയാണ്. നെക്സ്റ്റ് വൺ, ഇന്ന് നല്ല ചൂടാണ്. എങ്ങനെ പറയാം? ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. ഇന്ന് നല്ല ചൂടാണ്. ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. നെക്സ്റ്റ് വൺ, ഞാൻ പെട്ടെന്ന് തിരിക്കാം അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. എങ്ങനെ പറയാം? ഐൽ ബി ബാക്ക്. പെട്ടെന്ന് എന്ന് പറയാൻ സൂൺ. ഐൽ ബി ബാക്ക് സൂൺ. കണ്ടതിൽ സന്തോഷം. നമ്മൾ ഒരാളെ പുതുതായിട്ട് കാണുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഓ കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ടെന്ന്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് നൈസ് ടു മീറ്റ് യു എന്ന് പറയാം. നൈസ് ടു മീറ്റ് യു. നാളെ കാണാമെന്ന് പറയാൻ സീ യു ടുമോറോ. ടുമോറോയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ. സീ യു ടുമോറോ. നീ എവിടെ പോകുന്നു? എവിടെയെന്ന് ചോദിക്കാൻ നമ്മൾ വേർ എന്ന് യൂസ് ചെയ്യുന്നു. പോവുന്നു, നീ എവിടെ പോവുന്നു? വേർ ആർ യു ഗോയിങ്? അവൾ എവിടെ പോകുന്നു എന്ന് എങ്ങനെയാണ് ചോദിക്കുക? അവൾ എവിടെ പോകുന്നു എന്ന് ചോദിക്കാൻ വേർ ഇസ് ഷീ ഗോയിങ്? നീ എന്താണ് പഠിക്കുന്നത് എന്ന് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. ഞാനിവിടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എനിക്ക് ദാഹിക്കുന്നു എന്നാണ്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്? ഇതിന് നമ്മൾ പറയാം ഐ എം ദാഹിക്കുന്നു എന്ന് പറയാൻ ഐ എം തേഴ്സ്റ്റി. ഐ എം തേഴ്സ്റ്റി എന്ന് പറയും. എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയും? ഐ എം ഹംഗ്രി. ഐ എം ഹംഗ്രി. എനിക്ക് വിശക്കുന്നു.
ഞാൻ ക്ഷീണിതനാണ് അല്ലെങ്കിൽ ഞാൻ ക്ഷീണിതയാണ് ഇത് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടയേർഡ് എന്നാണ്. ഐ എം ടയേർഡ്. ഐ എം ടയേർഡ്. ഞാൻ സന്തോഷവാനാണ് ഇതെങ്ങനെ പറയാം? നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. ലെറ്റ്സ് സീ. ഷീ ഈസ് ഗുഡ് ഡാഷ് സ്റ്റഡീസ്. ഇത് ഓൺ ആണോ, ഇൻ ആണോ, ഫ്രം ആണോ, എറ്റ് ആണോ? ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ നല്ലതാണ് എന്ന് പറയുമ്പം ഗുഡിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രപ്പോസിഷൻ എപ്പോഴും അറ്റ് ആണ്. ഇത് നമ്മളുടെ എന്തെങ്കിലും സ്കിൽസ് അല്ലെങ്കിൽ എബിലിറ്റീസ് ഒക്കെ പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഗുഡ് അറ്റ് യൂസ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ് നിങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്തിടുക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സ്പെൽ അക്കാഡമിയുടെ പുതിയ ബാച്ച് വരുന്ന വെനസ്ഡേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.